നമുക്കിന്ന് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല ദോശ തയ്യാറാക്കിയാലോ? അപ്പോൾ എളുപ്പം വീഡിയോയിലേക്ക് പോകാട്ടോ. അതിനായിട്ട് കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാത്ത പീസാട്ടോ. അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങാനീര് ചേർക്കണമെങ്കിൽ അതും കൂടെ ചേർക്കാട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ ഞാനൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതുപോലെ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് വേവിച്ച കിഴങ്ങാണ്. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്താട്ടോ ഞാൻ വേവിച്ചത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് വെളിച്ചെണ്ണ, കുറച്ച് സവാള, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് നമ്മുടെ പാനിലേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതെല്ലാത്തിൻ്റെയും ഒരു പച്ചമണം മാറി വരും വരെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. തീയെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചതച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ച നമ്മുടെ കിഴങ്ങൊന്ന് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് സോട്ട് ചെയ്താൽ മാത്രം മതി. കാരണം എല്ലാം വെന്തിരിക്കുന്നതാണല്ലോ. അതിലേക്ക് നമുക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ്റെ പീസും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ലേശം ചിക്കൻ മസാല പൗഡറാണ്. ഗരം മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം കേട്ടോ. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലേശം കൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെയൊക്കെ പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ദോശമാവ് ദോശ ചൂടാനായിട്ട് ഒന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവയാട്ടോ എടുത്തത്. നമ്മുടെ അയൺ തവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ രുചിയായിരിക്കും കേട്ടോ. നമ്മുടെ കല്ലയിൽ പരത്തി ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേക രുചിയല്ലേ. ഞാൻ നമ്മുടെ മസാലക്കൂട്ടിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാട്ടോ. ഇനി നമുക്ക് നമ്മുടെ ദോശയൊന്ന് മുരിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ലേശം എണ്ണയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എണ്ണ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാട്ടോ ചേർത്തേക്കുന്നത്. ഇതുപോലെ നമ്മുടെ ദോശയുടെ പുറമേ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ദോശയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മസാല നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ദോശയൊന്ന് മടക്കിയെടുക്കാം. മടക്കി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ച് ഇട്ട് പാനിൽ നിന്ന് എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ബീഫ് വെച്ചിട്ട് തയ്യാറാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ടാണെങ്കിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊരു വെറൈറ്റി അല്ലേ, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻസ് അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.